മൃഗങ്ങളോട് തോന്നിയ അനുകമ്പയുടെ പേരിലാണ് നമ്മൾ ഇങ്ങനെ ഒരു ആശയം വിരിയുന്നതും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആശയം രൂപപ്പെടുകയും ചെയ്യുന്നത്. ഇവിടുത്തെ അരുവികളും കുളങ്ങളും തോടുകളും എല്ലാം വറ്റി വരണ്ടിരിക്കുകയാണ്. ആനയടക്കമുള്ള മ്ലാവ് അടക്കമുള്ള വന്യജീവികൾ വെള്ളം കുടിക്കുന്നതിനായി ജനവാസ മേഖല കടന്ന് പെരിയാർ നദിയിലേക്ക് പോകും. കുഞ്ഞടക്കമുള്ള ഒരു കാട്ടാനക്കൂട്ടം നമ്മുടെ ഫെൻസിങ്ങിന് സമീപത്ത് വന്ന് പെരിയാർ നദിയിലേക്ക് കടന്നു പോകാൻ സാധിക്കാതെ ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരു കാഴ്ച നമ്മൾ ജീവനക്കാർ കാണുകയുണ്ടായി. 8 മീറ്റർ നീളത്തിലും 6 മീറ്റർ വീതിയിലും 1 മീറ്റർ ആഴത്തിലും മണ്ണ് നീക്കി ചാക്ക് പോലുള്ള സാധനങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് വിരിച്ച് പടുത വിരിച്ച് ടാങ്കർ ലോറിയിൽ ജലം കൊണ്ടുവന്ന് നിറയ്ക്കുകയാണ് ഉണ്ടായത്. 50,000 ലിറ്ററോളം വെള്ളം ശേഖരിച്ചിരിക്കുന്ന ഒരു പടുതാക്കുളമാണ്. ഈ പടുതാക്കുളത്തിലെ മൃഗങ്ങൾക്ക് വേണ്ടിയുള്ള ഈ വെള്ളം പെരിയാറിലെ കണ്ണീര് പോലത്തെ തെളിനീരാണ്. ഇത് കുടിച്ചു കഴിയുമ്പോൾ അവരല്പം ശാന്തരാകും, തിരികെ വീണ്ടും കാടുകളിലേക്ക് തന്നെ മടങ്ങും. അതിൻ്റെ പിറ്റേന്ന് തന്നെ മൃഗങ്ങൾ വന്ന് ഇവിടെ വെള്ളം കുടിച്ചപ്പോൾ അത് സക്സസ് ആയി. ഈ വലിയ മൃഗങ്ങളായാലും ശരി ചെറുതാണെങ്കിലും ശരി ജലം എല്ലാത്തിനും ഒരുപോലെ ആവശ്യമായ ഒരു കാര്യമാണല്ലോ. കത്തുന്ന വേനലിലും കാട്ടിലെ മരങ്ങളെല്ലാം ഇലപൊഴിഞ്ഞ് വിണ്ട് ഉണങ്ങുകയാണ്. കാട്ടിൽ നിന്നും വന്യമൃഗങ്ങൾ തീറ്റ തേടി നാട്ടിലേക്കെത്തുന്ന ഈ ഘട്ടത്തിലാണ് പടുതാക്കുളങ്ങളുടെ ഇത്തരത്തിലുള്ള ആവശ്യകത ഏറുന്നത്.